11 ഓഗസ്റ്റ് 1979 3:15 PM ഗുജറാത്തിലെ മോർബി ഡാമിന് അന്നുണ്ടായ കനത്ത മഴയെ തടുക്കാൻ സാധിച്ചില്ല. ഡാം തകർന്നു. 3:30 30 ഫീറ്റിലും വലിപ്പത്തിൽ വെള്ളം മോർബിയിലേക്കും ലീലാപൂരിലേക്കും എത്തി. വെറും 15 മിനിറ്റിനുള്ളിൽ തന്നെ വീടുകളെയും ഫാക്ടറികളെയും റെസിഡൻഷ്യൽ കോംപ്ലക്സുകളെയും മനുഷ്യരെയും മൃഗങ്ങളെയും ആ മുഴുവൻ ഗ്രാമത്തെയും എന്നേക്കുമായി ഇല്ലാതാക്കി. लीलापुर और अदेपुर नामक 2 गांवों का नामो निशान तक नहीं रहा. 16 ഓഗസ്റ്റ് 1979 മോർബി എന്ന ഈയൊരു പ്രദേശം ശവക്കല്ലറയായി മാറി. और राष्ट्र का पेरिस माना जाने वाला मोरबी शहर निमिष मात्र में ही ध्वस्त हो गया. 4 പാടും ശവങ്ങൾ മാത്രം. കടകളും വീടുകളും ഫാക്ടറികളുമെല്ലാം നാമാവിശേഷമായി. ഇവിടെ ഇങ്ങനൊരു സ്ഥലം ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കേണ്ടതായി വന്നു. 7 വർഷം മാത്രം പഴക്കമുള്ള ഈ ഡാം തകർന്നപ്പോൾ മരിച്ചത് 25,000-ൽ പരം ആളുകളാണ്. ഇന്ന് ഈ ഒരു വിഷയത്തെപ്പറ്റി വീഡിയോ ചെയ്യുമ്പോൾ വാസ്തവത്തിൽ എനിക്ക് നാണക്കേടാണ് തോന്നുന്നത്. 25,000-ൽ പരം ആളുകളെ കൊന്ന ഈ ഒരു ഇൻസിഡന്റിന് ശേഷവും നാം ഇന്ത്യൻസ് യാതൊന്നും പഠിച്ചിട്ടില്ല. വരാൻ പോകുന്ന സമയങ്ങളിൽ ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്തിനെ പറ്റി പറയാൻ ഇവിടെ ആർക്കും സമയമില്ല. അയൽ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യങ്ങളിലേക്ക് അറ്റാക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ രാജ്യസ്നേഹം ഉണരുന്നത്. എന്നാൽ നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ സാധാരണക്കാരായ ജനങ്ങളെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ കഴിവുള്ള വളരെ വലിയ വിപത്തുകളുണ്ട്. ഇതിനെപ്പറ്റി സംസാരിക്കാൻ ആർക്കും സമയമില്ല. മീഡിയ ഉൾപ്പെടെ മൗനം പാലിക്കുന്നു. ഇതാണ് കർണാടകയിലെ തൊണ്ണൂർ ടാങ്ക് ഡാം. ഇതിന്റെ പഴക്കം 1000 വർഷമാണ്. ഒരു ഡാം എഫിഷ്യന്റായി വർക്ക് ചെയ്യുക പണിത് 50 വർഷം പൂർത്തിയാകുന്നത് വരെയാണ്. അതിനുശേഷം ആ ഒരു ഡാമിന്റെ പ്രവർത്തനങ്ങൾ നിലച്ചു തുടങ്ങും. എന്നാൽ ഈ ഒരു ഡാമിന്റെ പഴക്കം നിങ്ങൾ കണ്ടല്ലോ, 1000 വർഷമാണ്. ഇതുപോലെ പല ഡാമുകളും ഇന്ന് ഇന്ത്യയിലുണ്ട്. കൊനാർ ഡാം ജാർഖണ്ഡ്, പൊന്മുടി ഡാം കേരള, ഭവാനി ഡാം തമിഴ്നാട്, ഇച്ചാരി ഡാം ഉത്തർപ്രദേശ്, റിഹാൻ ഡാം ഉത്തർപ്രദേശ്, കറഞ്ച ഡാം കർണാടക. ഈ ഡാമുകൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിസാസ്റ്ററുകൾ എത്ര വലുതാണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാനോ നിങ്ങളോ സർക്കാരോ ഇതിനെതിരായി യാതൊന്നും ചെയ്യുന്നില്ല. എല്ലാവരും മൗനം പാലിക്കുന്നു. കഴിഞ്ഞ ദിവസം അടച്ച 2 ഷട്ടറുകൾ വീണ്ടും തുറക്കുന്നു. ആശങ്കയിലാഴ്ത്തിയത് മുല്ലപ്പെരിയാറായിരുന്നു. വൃഷ്ടിപ്രദേശത്തും മുല്ലപ്പെരിയാറിലും കനത്ത മഴ, നിർത്താതെയുള്ള പെയ്ത്ത്. ഇതുവരെ തുറക്കേണ്ട സാഹചര്യം ഇല്ലാതിരുന്ന മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് 139 അടിയിലേക്കെത്തും. 19 ഫെബ്രുവരി 2017 IIT റൂർക്കിൽ നാഷണൽ ഡാം സേഫ്റ്റി കോൺഫറൻസ് കണ്ടക്ട് ചെയ്യുന്നു. ഈ ഒരു കോൺഫറൻസിൽ 400-ലധികം നാഷണൽസ്, US, UK, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ഇന്റർനാഷണൽസും ചേർന്ന് ഇന്ത്യയിലെ ഡാമുകളുടെ പത്തറ്റിക് കണ്ടീഷനെ പറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ഈ റിപ്പോർട്ടിൽ ഒരു കാര്യം കോമൺ ആയിരുന്നു. ഇന്ത്യൻ ഡാമുകളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഏജിങ്ങും ഇന്നാഡിക്വേറ്റ് മെയിൻ്റനൻസുമാണ്. ഈ ഒരു വാർത്ത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു റെഡ് അലേർട്ടാണ്. ഇന്ത്യയുടെ ഈ ഒരു മാപ്പിൽ നിങ്ങൾക്ക് 14-ലധികം ഡാമുകളെ കാണാൻ കഴിയും. 300-400 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നവ. കൂടാതെ 234-ലധികം മറ്റ് ഡാമുകളുണ്ട് 100 വർഷത്തേക്കാൾ പഴയത്. ഈവൻ പാർലമെന്ററി കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഡാമിനെ നമുക്ക് ഡീകമ്മീഷൻ ചെയ്യേണ്ടതായി വരും. ഇതിന്റെ പ്രവർത്തനം എന്നേക്കുമായി നിർത്തണം. ഇത്രയും വലിയൊരു അപകടം ഈ രാജ്യത്തിന്റെ തലയുടെ മുകളിലുണ്ടായിട്ടും ആരും തന്നെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ഗവൺമെന്റ് സാധാരണക്കാരുടെ ജീവൻ വെച്ചാണ് കളിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനാണ് അപകടത്തിൽ. ഈ ഒരു അവസ്ഥ ഡാമുകളുടെ കാര്യത്തിൽ മാത്രമാണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. 23 ഫെബ്രുവരി 2014 ബീഹാറിലെ ബഗൽപൂരിൽ ഗംഗാ നദിക്ക് കുറുകെ ഒരു പുതിയ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യാൻ തീരുമാനമെടുക്കുന്നു. തീരുമാനത്തിന് 1 വർഷത്തിന് ശേഷം ഈ ഒരു ബ്രിഡ്ജ് ഒഫീഷ്യലി കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങുന്നു. എന്നാൽ ഈ ഒരു ബ്രിഡ്ജ് 3 തവണ കൊലാപ്സായി. അതെ, 11 വർഷത്തെ കൺസ്ട്രക്ഷൻ, 1100 കോടിയിലധികം ബഡ്ജറ്റ്. എന്നിട്ട് കൂടിയും ഈ ഒരു ബ്രിഡ്ജ് ഇനോഗ്രേഷന് മുൻപായി 3 തവണയാണ് കൊലാപ്സ് ആയത്. നിങ്ങളിൽ പലരും ചിന്തിച്ചേക്കാം, ഇതങ്ങ് ബീഹാറിലല്ലേ നടന്നത്, ഞങ്ങൾക്കെന്താണ്? ഇന്ന് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നടക്കുന്ന ഒരു പ്രതിഭാസമാണിത്. സാധാരണക്കാരായ ജനങ്ങളാണ് ഇതിൽ ഇരകളാകുന്നത്. Important breaking news: an old iron bridge that was used as a walkway has collapsed in Chavra near Kollam and at least 40 people have been injured. നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ വാർത്തകളെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഈ ഒരു സംഭവം പുറം രാജ്യങ്ങളിലാണ് നടക്കുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. 2023 ടർക്കിയിൽ ഒരു വളരെ വലിയ ഭൂകമ്പം വരികയും ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് 97 പേർ മരിക്കുകയും ചെയ്തു. ഈ ഒരു ഡിസാസ്റ്ററിന് ശേഷം ഈ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത കോൺട്രാക്ടറെ 17 വർഷത്തേക്കാണ് ശിക്ഷിച്ചത്. 1995 സോളിൽ മോൾ ഇടിഞ്ഞു വീണ് 500-ലധികം ആളുകളാണ് മരിച്ചത്. കോൺട്രാക്ടറെ 10 വർഷത്തേക്കാണ് ശിക്ഷിച്ചത്. 2002 ദുബായിൽ സാലിനേഷൻ പ്ലാന്റിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണ് 9 വർക്കേഴ്സ് മരിച്ചു.
കോൺട്രാക്ടറെ 3 വർഷം ശിക്ഷിക്കുകയും വിക്ടിംസ് ആയിട്ടുള്ളവർക്ക് കോമ്പൻസേഷൻ മേടിച്ചു കൊടുക്കുകയും ചെയ്തു ഗവൺമെന്റ്. ഇപ്പോൾ നാം കണ്ട എല്ലാ ഇവന്റ്സും ഇന്ത്യയിലെ ഇവന്റ്സുമായി ഒന്ന് താരതമ്യം ചെയ്യൂ. അവിടെ നടക്കുന്ന മെഗാ പ്രോജക്ട്സ് ഇന്ത്യയിൽ ഒരു ഫെയിലിയർ ആണ്. ഇതിന്റെ ഏറ്റവും പ്രധാന കാരണം ഇതുപോലെയുള്ള മെഗാ ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്ട്സിന് വേണ്ടി ഒരു നാഷണൽ അല്ലെങ്കിൽ കോൺട്രാക്ട് ലെവൽ ലോസോ ഇന്ന് ഇന്ത്യയിലില്ല. Jabalpur airport roof collapse, canopy collapse in Rajkot airport, bad condition of Ayodhya new roads, leakage in Ram Mandir, cracks in Mumbai train harbour link road, 3 new bridges falling down in Bihar 2023 and 24, Pragati Maidan tunnel submerging. All this has been collapsed. ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. അതായത് UAEയും ഇന്ത്യയും വെച്ചൊന്ന് കമ്പയർ ചെയ്യാം. എങ്ങനെയാണ് UAEയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ബിൽഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു കോൺട്രാക്ടറെ തിരഞ്ഞെടുക്കുന്നത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ആദ്യം ഇവർ തങ്ങളുടെ ഒഫീഷ്യൽ സൈറ്റിൽ ഡീറ്റെയിൽസ് നൽകുന്നു. ഇവർ ദുബൈയിലെ നാഷണൽ ലോസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ടെൻഡേഴ്സ് ഇഷ്യൂ ചെയ്യുക. ഇന്ത്യയിൽ നിന്നും വളരെ എഫിഷ്യന്റും വ്യത്യസ്തവുമായിട്ടുള്ള നിയമങ്ങളാണ് ഇവിടെയുള്ളത്. ഇന്ത്യയിലുള്ളതുപോലെ ഏതെങ്കിലും ഒരു കോൺട്രാക്ടറെ പിടിച്ച് കോൺട്രാക്ടറാക്കുകയല്ല, മറിച്ച് ആദ്യം ഗവൺമെന്റുമായി ഇവർ രജിസ്റ്റർ ചെയ്യുന്നു. ഗവൺമെന്റുമായി രജിസ്റ്ററായ ആ ഒരു സമയത്ത് തന്നെ ഇദ്ദേഹത്തിന്റെ മുൻ പ്രവർത്തനങ്ങളെ പറ്റിയും അതുകൂടാതെ ഏത് തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് ഇദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളതെന്നും അതുകൂടാതെ ഇദ്ദേഹം ഏതു മേഖലയിലാണ് കുറച്ചുകൂടി എക്സ്പേർട്ട് എന്നും നോക്കുന്നു. ഇതിനു പുറമെ ഏത് സ്റ്റൈലായിരിക്കും ഇദ്ദേഹം ഉപയോഗിക്കുക, അതിനു പുറമെ ഇന്റർനാഷണൽ മെറ്റീരിയൽസ് ആണോ ഇദ്ദേഹം ഉപയോഗിക്കുന്നത്, നാഷണൽ സ്റ്റാൻഡേർഡ്സിന് പറ്റിയതാണോ എന്ന കാര്യങ്ങൾ നോക്കിയതിനു ശേഷം മാത്രമാണ് ഒരാൾക്ക് കോൺട്രാക്ട് നൽകുന്നത്. അവസാനമായി എപ്പോഴായിരിക്കും കോൺട്രാക്ടർ ഡെലിവറി നടത്തുക, അങ്ങനെ ഡെലിവറി നടത്താത്ത പക്ഷം എന്ത് തരത്തിലുള്ള കോൺസിക്വൻസസ് ആയിരിക്കും അദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടി വരിക എന്നും കറക്റ്റായി മെൻഷൻ ചെയ്യുന്നു. ഇങ്ങനെയെല്ലാം ചെയ്തതിനു ശേഷം മാത്രമാണ് ഒരു കോൺട്രാക്ടറെ സെലക്ട് ചെയ്യുന്നത്, അല്ലാതെ ചീപ്പ് റേറ്റിൽ ആദ്യം ആര് ചെയ്തു തരും എന്ന് നോക്കിയിട്ടല്ല. ഇനി ഇന്ത്യയിലേക്ക് വന്നാൽ ജസ്റ്റ് പാസ്റ്റ് പെർഫോമൻസ് മാത്രമാണ് മെയിനായി നോക്കാറുള്ളൂ. ഈ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഇടിഞ്ഞു വീഴുകയാണെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്തായിരിക്കുമെന്ന് പോലും ഇതിൽ മെൻഷൻഡ് അല്ല. ഇന്ന് നമ്മുടെ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ദ ഇന്ത്യൻ കൺസ്ട്രക്ഷൻ ആക്ട് 1872 ആണ്. ചെറുതും വലുതുമായ കൺസ്ട്രക്ഷന് ഈ ഒരു ആക്ട് ആണ് ആപ്ലിക്കബിൾ ആകുന്നത്. എന്നാൽ മേജർ കൺസ്ട്രക്ഷന് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ ഫെയിലിയർ ആവുകയാണെങ്കിൽ അതിൻ്റെ പെനാൽറ്റിയോ കോൺസിക്വൻസസോ എന്തായിരിക്കുമെന്ന് മെൻഷൻഡ് അല്ല. ഇൻഫ്രാസ്ട്രക്ചർ ഫെയിൽ ആവുക അല്ലെങ്കിൽ ആളുകളുടെ ജീവൻ നഷ്ടമാവുക തുടങ്ങിയ ഇമ്പോർട്ടന്റ് കാര്യങ്ങളെ പറ്റിയുള്ള ലീഗൽ സൈഡ് ഈ ഒരു ആക്ടിൽ മെൻഷൻ ചെയ്തിട്ടില്ല. കൺസ്ട്രക്ട് ചെയ്ത ആ ഒരു പാർട്ടിയെ ലീഗലി അപ്രോച്ച് ചെയ്യാം എന്ന് മാത്രമാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ജീവൻ നഷ്ടമാകുന്ന ആളുകൾക്ക് ആര് നീതി നൽകും? നമ്മുടെ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ഫെയിലിയർ ആണ് L1 ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്. അതായത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ആരാണോ കൺസ്ട്രക്ഷൻ നടത്തുക അയാൾക്കായിരിക്കും കോൺട്രാക്ട് ലഭിക്കുക. ഈ ഒരു അവസ്ഥയിൽ വളരെ ലോ ക്വാളിറ്റി കൺസ്ട്രക്ഷൻ ആയിരിക്കും കോൺട്രാക്ടർ നടത്തുക. എത്രത്തോളം വില കുറയ്ക്കാൻ കഴിയുമോ അയാൾ അത്രയും കുറയ്ക്കും. കൂടാതെ മിച്ചം വരുന്ന പണം മുക്കുകയും ചെയ്യും. ഇത് ആയിരക്കണക്കിന് ആളുകളുടെ ജീവനാണ് ഓരോ വർഷവും ഇല്ലാതാക്കുന്നത്. ഇതുവരെ ഈ ഒരു വീഡിയോയിൽ നാം പറഞ്ഞത് ബ്രിട്ടീഷുകാർക്ക് ശേഷമുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഫോം ആയതിനു ശേഷമുള്ള കൺസ്ട്രക്ഷനുകളെ പറ്റിയും ഇനി നടക്കാൻ പോകുന്ന കൺസ്ട്രക്ഷനുകളെ പറ്റിയുമാണ്. ബ്രിട്ടീഷേഴ്സിന്റെ കാലത്തുള്ള കൺസ്ട്രക്ഷനുകളെ പറ്റി ഓഡിറ്റിംഗ് നടത്താനുള്ള ഒരു നാഷണൽ ലോ ഇന്ന് ഇന്ത്യയിലില്ല. ഒരു സ്ട്രക്ചറൽ ലോ ഇല്ലാത്ത പക്ഷം രാജ്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഓഡിറ്റിംഗ് നടത്തുകയാണെങ്കിൽ പോലും ആരാണ് ഈ ഓഡിറ്റിംഗ് നടത്തേണ്ടത്, ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഇതെന്ന് പോലും മെൻഷൻഡ് അല്ല. അതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റുകൾ പരസ്പരം ബ്ലെയിം ഗെയിംസ് ആണ് നടത്തുന്നത്. ഇതേ സെയിം ഇഷ്യൂ തന്നെയാണ് ഡാമിന്റെ കാര്യത്തിലും വരുന്നത്. പക്ഷേ മറ്റ് കൺസ്ട്രക്ഷനുകളിൽ നിന്നെല്ലാം മാറി ഡാമുകളുടെ കാര്യത്തിൽ ഒരു നാഷണൽ ഓഡിറ്റിംഗ് ലോ ഉണ്ട്. എന്നാൽ ഇവിടെയും ഒരു പ്രശ്നമുണ്ട്. അതാത് സ്റ്റേറ്റ് ആയിരിക്കണം ഈ ഓഡിറ്റിംഗും മെയിൻ്റനൻസും നടത്തേണ്ടത്. ഡാമുകളുടെ ഉത്തരവാദിത്തം സ്റ്റേറ്റിൻ്റേതാകുമ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ തന്നെ വ്യത്യസ്തങ്ങളാർന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാകും. ലൈക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റുകളിൽ ഏത് ഡിപ്പാർട്ട്മെന്റാണ് ഈ ഒരു ഡാമിൻ്റെ ഇൻസ്പെക്ഷനും മെയിൻ്റനൻസും നടത്തേണ്ടതെന്ന് മെൻഷൻ അല്ല. അതുകൊണ്ട് തന്നെ ഒരു ബ്ലെയിം ഗെയിമാണ് ഇവിടെ നടന്നു വരുന്നത്. ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്നത് മുല്ലപ്പെരിയാർ ഡാം തന്നെയാണ്. എത്ര വർഷങ്ങളായി ഈ ഒരു പ്രശ്നം ആരംഭിച്ചിട്ട്? ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവൻ വെച്ചാണ് ഈ ഗവൺമെന്റുകൾ കളിക്കുന്നത്. ഈ ഒരു വിഷയം വളരെ വലിയൊരു നാഷണൽ എമർജൻസി ആയിട്ട് കൂടിയും ആർക്കും മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. ബ്രിഡ്ജസിന്റെയും ഏജിംഗ് ഡാമുകളുടെയും കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇത്ര അലസത കാണിക്കുന്നത്? ഇത്ര വലിയൊരു നാഷണൽ എമർജൻസി ആയിട്ട് കൂടിയും ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ ഓരോ വർഷവും പോയിട്ടും എന്തുകൊണ്ടാണ് ഒരു നാഷണൽ ലോ ഇല്ലാത്തത്? ഒരു സാധാരണക്കാരൻ വ്യത്യസ്തങ്ങളാർന്ന ടാക്സുകളാണ് പ്രതിവർഷം ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നത്.
പറയുന്നത്. കിട്ടുന്ന പണത്തിന്റെ 10% പോലും ഇവർ വാസ്തവത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നില്ല. അങ്ങനെ ചിലവാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ രാജ്യത്തിന് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു. റോഡുകളിലേക്ക് നോക്കിയാൽ റോട്ടിൽ കുഴിയാണോ അതോ കുഴിയിൽ റോഡാണോ എന്ന് ചിന്തിക്കേണ്ടി വരും. കമ്പനികളും ഗവൺമെന്റുകളും വളരെ ഇറസ്പോൺസിബിൾ ആയാണ് പ്രവർത്തിച്ചു വരുന്നത്. ലോകത്തിലെ തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമിയിലെ സാധാരണക്കാരുടെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇൻഫ്രാസ്ട്രക്ചറുകളുടെ കാര്യത്തിൽ ഗവൺമെന്റ് ഇന്ന് റെസ്പോൺസിബിൾ ആകുമെന്ന് എനിക്കറിയില്ല. എന്നൊരു നാഷണൽ ലോ ഉണ്ടാകുമെന്നും എനിക്കറിയില്ല. എങ്കിൽ കൂടിയും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത്. എയർ പൊല്യൂഷനിൽ നിന്നും എന്ന് മോചനം ലഭിക്കും, എന്ന് നല്ല ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉണ്ടാകും, എന്ന് ഈ ഏജിംഗ് ഡാമുകളെ ഡീകമ്മീഷൻ ചെയ്യും, സ്വസ്ഥമായി സമാധാനത്തോടെ ഒരാൾ എങ്ങനെ ഈ ബ്രിഡ്ജുകളിലൂടെ നടക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ നാഷണൽ ഇമർജൻസി എന്താണെന്ന് സാധാരണക്കാരും അറിയട്ടെ. ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം